എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് റീല് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോവാണേ. ഒരുപാട് നാളായിട്ട് നമ്മൾ റീലൊന്നും ഷൂട്ട് ചെയ്തിട്ടൊന്നും ഇല്ലായിരുന്നു അല്ലെ മുടി? പുറത്തു പോയിട്ട് നമ്മൾ റീലൊന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതെ, വീട്ടിലായിരുന്നു ഇത്ര നാൾ നമ്മൾ റീലൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടുണ്ടായിരുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് പുറത്തൊക്കെ പോയിട്ട് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ ഞങ്ങൾ നേരത്തെ അങ്ങ് പ്ലാൻ ആക്കി. അങ്ങനെ ഞാനും അമ്മൂട്ടി ഒരുപാട് നാളിന് ശേഷം ഒരുമിച്ച് നമ്മൾ റീല് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് പോവുകയാണ്. പക്ഷെ അതിന് മുന്നേ ഇവിടെ എനിക്കൊരു ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ട്, വെയിലത്ത് നിർത്തരുത്. ഒന്നാമത്തെ കാര്യം കറക്റ്റ് വെയിൽ. ഇന്ന് ഇവൾക്ക് അധികം വെയിൽ അടിപ്പിക്കാത്ത രീതിയിൽ ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം. വെയിൽ അടിക്കുന്നത് കൊണ്ട് പ്രശ്നമല്ല, പക്ഷെ വൈകുന്നേരം എനിക്ക് ഭയങ്കര തലവേദനയാണ്. ചിലപ്പോ 2-3 കണ്ടന്റ് ആയിരിക്കും പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങുന്നത്. ഈ വെയിൽ കാരണം ഒറ്റ കണ്ടന്റ് കൊണ്ട് നമ്മൾ തിരിച്ചു വരേണ്ട ഗതികേടാണ്. നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഈ വെയിലും ചൂടും കാരണം നമുക്ക് യാത്ര ഒരുപാട് ചെയ്യുമ്പോഴത്തേന് ക്ഷീണമാവും. ഒരു കണ്ടന്റ് ആണെങ്കിൽ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഒരു വീഡിയോ ആണെങ്കിൽ ഒരുപാട് അത് ബെറ്റർ ആയിട്ട് ചെയ്യാം അല്ല മുട്ടി? ഇന്നിപ്പോ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ ഒരു റീല് ഷൂട്ട് ചെയ്യണം. പിന്നെ പറ്റുമെങ്കിൽ നമ്മൾ ആ ഷൂട്ട് ഒന്ന് സ്പീഡ് ആവുകയാണെങ്കിൽ അതൊന്ന് കുറച്ചുകൂടി നമുക്ക് വേറൊരു വീഡിയോ കൂടെ എടുക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ആക്കാം. അത്രയും കാര്യങ്ങളാണ് ഇന്ന് ഞങ്ങൾ പ്ലാൻ ആക്കി വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സ്ഥിരം നടക്കാൻ വേണ്ടി വരുന്ന ഏരിയ ആണ്. അതെ, ഈവനിങ് വാക്കിങ്ങിന് വരുന്ന സ്ഥലമാണ്. പിന്നെ ഇഷ്ടംപോലെ വീഡിയോസ് നമ്മൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് വെച്ചാൽ 2 സ്ഥലവും നല്ല ഈ റബ്ബറാണ്. അപ്പോൾ ഈ റബ്ബർ ഇങ്ങനെ കൂടി ഇങ്ങനെ വന്ന് കിടക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല തണലുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് നല്ല ലൈറ്റിങ് കിട്ടും. അപ്പോൾ നോർമലി ഈ ഒരു സ്ഥലം നമ്മുടെ വിഷ്വലി കണ്ണിൻ്റെ വിഷ്വലി കാണുമ്പോൾ വലിയ രസമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഈ ഒരു സ്ഥലം ഞാൻ വീഡിയോയിൽ ഒരു ദിവസം ചുമ്മാ ഷൂട്ട് ചെയ്ത് ഞാൻ അമ്മൂനോട് പറയും, എടി ഈ സ്ഥലം കൊള്ളത്തില്ല, ചുമ്മാ എല്ലാം കാടും പള്ളയെ മാത്രമേ ഉള്ളൂ എന്ന് പറയും. പള്ളാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ, അതായത് കാടും കച്ചറയാണ്. പക്ഷേ ഇത് വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോഴത്തേനാണ് അതിന്റെ ഒരു ഫീൽ മനസ്സിലാക്കി കേട്ടോ. ഫുൾ പച്ചപ്പും ഗ്രീനറി ഒക്കെ ആയിട്ട് അടിപൊളിയാണ്. ഇങ്ങനത്തെ ഒരു ഏരിയ ആണ് ഇഷ്ടം, ഇങ്ങനെ പച്ചപ്പും ഹരിതാപവും. കേരളത്തിന്റെ ഒരു ഫീൽ അതല്ലേ അമ്മൂട്ടി? പക്ഷെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തണുപ്പാണ് കേട്ടോ ഈ ഏരിയയില്. അപ്പൊ ഇന്നത്തെ വീഡിയോ കാണാൻ വേണ്ടി വന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. അങ്ങനെ ഞങ്ങള് ഷൂട്ട് ചെയ്യാനുള്ള സ്ഥലത്തെത്തി കേട്ടോ. അമ്മൂട്ടി, നിനക്ക് സമാധാനമായില്ലേ? അല്ല, ഇതുപോലൊരു സ്ഥലത്ത് വന്ന് നല്ല ശാന്തമായിട്ടുള്ള അന്തരീക്ഷം, അതുപോലെ തന്നെ തണലുണ്ട്. ഇവളുടെ ഏറ്റവും വലിയ പ്രശ്നവും നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി പോകുമ്പോഴും ഇവളുടെ ഏറ്റവും വലിയ പരാതി എന്തായിരുന്നു അറിയോ? അതായത് ഞാൻ ഇവിടെ വെയിലത്ത് നിർത്തുന്നു, വെയിലത്ത് നിന്നാണ് എല്ലാ വീഡിയോയും ഷൂട്ട് ചെയ്യുന്നത്. അങ്ങനെ വലിയൊരു പരാതി. സത്യമാണല്ലോ. അതെ, അതിന് പരിഹാരമായിട്ടാണ് ഇന്ന് ഇത്രയും ശാന്തമായ, ഇത്രയും നല്ല ആൽമരങ്ങളും തണലും ഒക്കെയുള്ള സ്ഥലത്താണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. അമ്മത്തെ പ്രസാദം നോക്കിക്കേ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്നും ഏകദേശം ഒരു 3/4 മണിക്കൂറോളം യാത്രയുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഒരു വെയിലെല്ലാം കൊണ്ടിട്ടാണ് ഈ തണൽ എനിക്ക്. പക്ഷെ നമ്മളെ ഒരു റീൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 മിനിറ്റ്, ആ 1 മിനിറ്റുള്ള വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യാത്ര ചെയ്തതോ 3/4 മണിക്കൂർ, അതായത് ഏകദേശം ഒരു 19 കിലോമീറ്ററോളം നമ്മൾ യാത്ര ചെയ്തിട്ടാണ് ഇവിടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എത്തിയേക്കുന്നത്. അത് മാത്രമല്ല എനിവേ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും നമ്മളിപ്പം വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങിയാലോ പരിപാടി? പിന്നെ ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ടിൻചന്റെ ഈ മാലയൊക്കെ ഇട്ടിട്ടാണോ വീഡിയോ? ശരിക്കും പറഞ്ഞ ഇത് മാലയല്ല ഗൈസ്. നമ്മൾ റീൽ ഇട്ടപ്പോഴത്തേന് പറഞ്ഞു, അതായത് ഇത് തന്നെ മുത്തുമാല ഇട്ടിട്ട് ശരിക്കും ഇങ്ങനെ ഇത് അകത്തേക്ക് ഇടുമ്പോ ഇത്ര ഭാഗമല്ലേ കാണുന്നുള്ളൂ. അപ്പൊ ചെലപ്പോ മാലയാന്ന് തോന്നിക്കാണും. അതെ, പക്ഷെ ഇത് കൊന്തയാണ് കേട്ടോ. കണ്ടോ കൊന്തയാണ്. അപ്പൊ ഇത് ഇച്ചിരി കളർ കൂടി പോയെന്നേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ തുടങ്ങട്ടെ, ഞങ്ങളുടെ കലാപരിപാടി തുടങ്ങട്ടെ. എന്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കട്ടെ. അമ്മു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മുവിനെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ വിളിച്ചു വരുത്തി. അമ്മുവിൻ്റെ വീട്ടിലായിരുന്നേ. അപ്പോൾ അമ്മുവിനെ വിളിച്ചു വരുത്തി കൊണ്ടുവന്ന് 2 വീഡിയോ എടുത്തിട്ടേ നീ പോകാവോ പ്ലീസ് എന്ന് പറഞ്ഞിട്ട് അമ്മു വന്നു. എവിടെയാ പോകുന്നതെന്ന് പറഞ്ഞിട്ടില്ല. വീണ്ടും പോകാവൂന്ന് പറയുന്നില്ല. എവിടെ? ഇപ്പൊ ടെൻഷൻ പറഞ്ഞില്ല. അതായത് അമ്മു വീണ്ടും പോവുകയാണ്. അതായത് അമ്മുവിൻ്റെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമ്മ പോവും. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നമ്മൾ ചെയ്ത് തീർക്കണം. ഞാനപ്പോൾ ഈ ഒരു വീഡിയോ എത്ര നാൾ മുന്നേ ഞാൻ എഴുതി വെച്ചതാണെന്നറിയോ? ഇവളുടെ ടൈം കാരണം ഇപ്പം വലിയ സെലിബ്രിറ്റി ആയി പോയില്ലേ. ഇപ്പോൾ നമ്മൾ പാവങ്ങളൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ വരാൻ പറ്റില്ല. നമ്മൾ സ്ക്രിപ്റ്റ് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. ഇനി വളരെ സമയം കുറവേ ഉള്ളൂ. ആ സമയത്തിനുള്ളിൽ നമുക്ക് ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് ഈ ഒരു വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്ത് തീർക്കണം. അപ്പം ഞങ്ങൾ തുടങ്ങട്ടെ. അങ്ങോട്ട് നിങ്ങളുടെ ആശീർവാദവും അനുഗ്രഹവും ഉണ്ടാവണം. ഇന്നത്തെ കണ്ടന്റ് എന്നാ ടിൻച? അതായത് അമ്മൂട്ടി, നീ ഇവിടെ നിന്ന് നമ്മൾ 2 പേരും ഒരുമിച്ച് നടന്നു വരുമോ? ഓക്കെ, നല്ല ഫ്രെയിം ആണോ?
നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നടന്നു വരുന്നു. ഈ നടന്നു വരുമ്പോഴത്തേനും നീ ഒരാളെ കാണുമ്പോഴത്തേനും ടിൻച അങ്ങോട്ട് നോക്കിയ ഈ ഇത്ര സാധനമേ ഉള്ളൂ. ഇതാണ് നമ്മൾ ഫസ്റ്റ് ഷൂട്ട് ചെയ്യേണ്ടത്. അപ്പൊ അതാണ് നമ്മൾ ആദ്യം ഇവിടെ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. ശരിക്കും എല്ലാവരും ഞങ്ങളോട് ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് ക്യാമറാമാൻ ഉണ്ടോ. പക്ഷെ ഞങ്ങൾക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൾക്ക് ഞാനും എനിക്ക് ഇവളും എടുത്താല് ഒരു കംഫർട്ട് ഉണ്ടാവുള്ളൂ കേട്ടോ. അതായത് ഞങ്ങൾക്ക് ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ബോണ്ടിങ് ഉള്ളതുകൊണ്ട് ഞാൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് ഇവളെടുത്തോളും. അഥവാ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇനി ടീച്ചറെ കൊണ്ട് വീണ്ടും എടുപ്പിക്കാം. വേറെ വല്ലവരാണെങ്കിൽ അത്രയും നമുക്കിത് അത്രയും പെർഫെക്ഷൻ ആയിട്ട് എനിക്ക് കിട്ടൂല കേട്ടോ. അഥവാ നീ എടുത്ത ശരിയായില്ലെങ്കിലും എനിക്ക് നിന്നെ വഴക്ക് പറഞ്ഞിട്ടാണെങ്കിലും ഒന്നും കൂടെ എടുപ്പിക്കാം. വേറെ വല്ലവരാണെങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്ത് വീട്ടിൽ ചെന്നിട്ടായിരിക്കും കാണാൻ പറ്റുന്നത്. അപ്പൊ നമുക്കത് കാണുമ്പോഴേ അത്രയും ഇതിനെക്കാട്ടി നന്നാക്കാമായിരുന്നു എന്ന് തോന്നും. ഇത് നമ്മൾ അപ്പം കാണുന്നു, നമ്മളപ്പം നോക്കുന്നു, ഒന്നും കൂടെ ഇതിനെക്കാട്ടി നന്നായി അഭിനയിക്കുകയാണെങ്കിൽ വീണ്ടും ചെയ്യുമെന്ന് ആ ഒരു ടൈപ്പാണ് കേട്ടോ നമ്മൾ തമ്മിലുള്ള ബോണ്ടിങ് എന്ന് പറയുന്നത്. ഒരുപാട് വീഡിയോസ് ഞങ്ങൾ വീഡിയോ എടുക്കുമ്പോഴത്തേനും അമ്മൂട്ടി എന്നോട് പറയും ടീച്ചാ ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ വേണ്ട ശരിയാ ഞാൻ പറയേ. പക്ഷെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും ആ വീഡിയോയും ഉണ്ടാവത്തില്ല, സൗണ്ടും ഉണ്ടാവത്തില്ല. അഥവാ വീഡിയോ ഉണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ സൗണ്ട് ഉണ്ടാവില്ല, ചിലതിനകത്ത് വീഡിയോയേ ഉണ്ടാവില്ല. അങ്ങനെ എന്തൊരു സത്യം മർമ്മപ്രധാനമായ സീനുകളൊന്നും ഉണ്ടാവില്ല. ഞാനപ്പോഴത്തേനും കുഴപ്പങ്ങളും വരലുണ്ട്. എന്റെ പ്രോബ്ലം ആണല്ലോ. അപ്പൊ ഞാൻ എന്താക്കും, ഞാൻ അതിനെ ഒളിപ്പിച്ചു വെക്കും. ലാസ്റ്റ് എല്ലാം കഴിയുമ്പോഴാണ് അമ്മൂട്ടി ഇങ്ങനൊരു സംഭവം ഉണ്ടായി. അപ്പോഴാണ് അമ്മൂട്ടിയുടെ ദേഷ്യം വരുന്നത്. ഇവിടെ ചിലപ്പോ ഞാൻ നന്നായി അഭിനയിച്ച സംഭവമൊക്കെ ആയിരിക്കും, അത് ചിലപ്പോ കിട്ടത്തില്ല. കഴിഞ്ഞൊരു വീഡിയോയില് ഞാൻ ഇതുപോലെ നല്ല അടിപൊളി ആക്ഷൻ ഇട്ട് അവിടെ നിന്ന് ഇവിടെ ചിരിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ വിചാരിച്ചു ഓ കൊള്ളാം ഇത് ക്ലിക്കാവുന്നു. വീട്ടിൽ ചെന്ന് നോക്കിയപ്പോഴത്തേന് അത് സാധനം സീനില്ല. ഇവൻ എന്നെ വയറിലാക്കാൻ സമ്മതിക്കില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം നമ്മൾ നമ്മുടേതായിട്ടുള്ള വേറെ സ്റ്റോറി ഉണ്ടാക്കും അവിടെ നിന്ന്, എന്നിട്ടാണ് ആ വീഡിയോ ചെയ്യുന്നത്. അതാണ് പലപ്പോഴും നടക്കുന്നത്. നമ്മൾ രണ്ടുപേരും പോകുമ്പോഴത്തേനും നടക്കുന്ന വേറൊരു അബദ്ധങ്ങളാണ് കേട്ടോ ഇതൊക്കെ. അങ്ങോട്ട് ഫുള്ള് കലിപ്പിലാണ് കേട്ടോ. ആ സ്റ്റിക്ക് വെച്ച് എന്റെ തലക്കെട്ട് അടിക്കുമെന്ന് ഉറപ്പായി. നീ എന്തിനാ ഈ കലിപ്പിടുന്നേ? എന്തിനു? ഓ മൈ ഗോഡ്, ഫുൾ കലിപ്പിലാണ് ഗൈസ്. ശരിക്കും ഇതാണ് ഷൂട്ട് നടക്കുമ്പോഴത്തേനുള്ള കഥ കേട്ടോ. എവിടെ പോയി അത് മതി, അതെടുത്ത് വെച്ചോ. അതിന്റെ സീൻ കഴിഞ്ഞു. നീ ശരിയാക്കി അഭിനയിക്കാൻ വേണ്ടിട്ടല്ലേ ഞാൻ ഈ പറയുന്നത്. എന്ത് ശരി? പിന്നെ നീ വേറെ നടീനെ തപ്പ്. നടിയല്ലല്ലോ, ഇത് ജീവിതമല്ലേ. പിന്നെ തെറ്റുകൾ തിരുത്താൻ വേണ്ടിട്ട് പറയുന്നതാ. അതിന് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. നീ അത് ശരിയാക്കി ചെയ്യാൻ വേണ്ടിട്ടാ ഞാൻ ഇവൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇവൾക്കത് അവളത് ഏത് രീതിയിൽ സ്റ്റേജ് പെർഫോമൻസ് അല്ലേ. ഇങ്ങോട്ട് വാ. ഇവളിത് ഏത് രീതിയിലാണ് ചിത്രീകരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. അടി അത് വേണ്ടടി, അതവിടെ കൊണ്ട് വെക്കടി. അന്നത് മടക്ക്. ഇത്രയും വലിയ കുന്തം കൊണ്ടൊക്കെ കേട്ടോ നമ്മൾ ഇറങ്ങിയേക്കുന്നത്. വിറകൊടിക്കുകയല്ല. ഇവർക്ക് അതിനെ പറ്റിട്ട് ഇതിനെ പറ്റി വലിയ നിനക്ക് ഇതിനെ പറ്റിട്ട് വലിയ ഐഡിയ ഒന്നും ഇല്ല അല്ലേ? ഇതിന്റെ വലിയ പോളിടെക്നിക് ഒന്നും അറിയാത്ത ആളാ കേട്ടോ. ഏകദേശം കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നു. എടി അങ്ങനൊന്നും അല്ല, എന്റെ ദൈവം ഇവളിത് തല്ലി ഒടിക്കും മിക്കവാറും. വിറക് ഒടിക്കുന്ന പോലെ ഒരു സ്റ്റിക്ക് ഒടിക്കുന്നത്. ചേട്ടന് ഇതിനെ പറ്റിട്ട് അഭിനയിക്കാനല്ലേ അറിയുള്ളൂ. അതെ, ചേട്ടന് ഇതിനെ പറ്റിട്ടൊന്നും വലിയ ഐഡിയ ഇല്ലെന്ന് മനസ്സിലായി. അങ്ങനെതാ നമ്മള് ഇവിടുത്തെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയാണ് എല്ലാം. ഉച്ചയായി കേട്ടോ. സമയം ഇപ്പൊ ഏകദേശം 12:30 കേട്ടോ. ഒരു ചെറിയൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ്. പക്ഷെ അത് തീരുമ്പോഴത്തേനും ഒരു സമയമുണ്ട്. പക്ഷെ ഇന്ന് നല്ല തണലും നല്ല കാറ്റും ഉള്ളതുകൊണ്ട് വലിയ ക്ഷീണമില്ല മുഖത്തിൽ അല്ലേ. വീട്ടിൽ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴുള്ള ക്ഷീണം ഉണ്ടായിരുന്നു. നമ്മള് നല്ലൊരു ആലിന്റെ ചുവട്ടിലൊക്കെ ആയതുകൊണ്ട് കേട്ടോ, ആലിന്റെ ചുവട്ടിലൊക്കെ ആയതുകൊണ്ട് നല്ലൊരു തണലും തണുപ്പും ഒക്കെ കിട്ടി. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ എന്താണെങ്കിലും നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റി ഇവിടെ നിന്ന്. ഞാൻ ശരിക്കും ഇങ്ങനെയൊക്കെ ഒരു വീഡിയോ ചെയ്യുമ്പോഴും എൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം അല്ലെങ്കിൽ ഒരു ആഗ്രഹം എന്താ അറിയോ, ഇതാണ് കേട്ടോ ഗയ്സ്. വൺ ഡേ ഇതുപോലൊരു പോസ്റ്ററിൽ എൻ്റെ പിക്ക് വരും അമ്മൂട്ടി. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. എന്നെ നീ കൂടെ ഉണ്ടാവില്ലേ സിനിമ പോസ്റ്റർ ലക്ഷ്യമെങ്കിൽ എനിക്ക് ബിരിയാണി കേട്ടോ. നമ്മൾ ഷൂട്ടിന്റെ കൂടെ നടക്കുന്നത് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഘടകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറ് കിട്ടും.
ഇന്ന് ചായ കിട്ടുമോ, ഇന്ന് ഫുഡ് കിട്ടുമോ, ലാസ്റ്റ് ഈവനിങ് ആകുമ്പോൾ പഴംപൊരി കിട്ടുമോ, ഇതാണ് മെയിൻ ആയിട്ടുള്ള ഘടകം. യെസ്, അങ്ങനെ ഷൂട്ടെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. നല്ല ടയേർഡായിരുന്നു കേട്ടോ. പക്ഷെ അവസാനമാണ് ഞങ്ങൾ വിചാരിച്ചത് നമ്മൾ വീഡിയോക്ക് എൻഡ് പറഞ്ഞില്ലായിരുന്നു. വീഡിയോ ഇല്ല നോക്കിയപ്പോഴാണ് എൻഡ് ഇല്ലാന്ന് മനസ്സിലായി. അതാണ്. ഇപ്പൊ സമയം നോക്കി, സമയം എന്താ 7 മണി ആവാനായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ശരിക്കും ഇന്ന് ഇപ്പൊ അമ്മു ഞാൻ വീട്ടിലേക്ക് പോവാണ്. ഇനി ഒരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അമ്മുവിനെ എനിക്ക് കിട്ടുള്ളൂ. കാരണം എന്നാലും ഇനി വീഡിയോ എടുപ്പും കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അതിന്റെ ഇടയ്ക്ക് ഇനി ഞാൻ സ്വന്തമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് വീഡിയോ ചെയ്യേണ്ടി വരും. അമ്മൂട്ടി, എന്റെ ആ കഷ്ടപ്പാട് നീ മനസ്സിലാക്കണം. ഒരു കണ്ടന്റ് ക്രിയേറ്ററിന്റെ രോദനം. അമ്മൂനെ മാക്സിമം കഷ്ടപ്പെടുത്തിയിട്ടാണ് വിടുന്നത് കേട്ടോ. അതെ, ഞാൻ പോകുന്നുണ്ടെങ്കിലും ആ ദിവസത്തെ വർക്കെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടാണ് ടീച്ചർ എന്നെ വിടുന്നത് കേട്ടോ. അതാണ് യഥാർത്ഥ ഭാര്യയുടെ ധർമ്മം. ഞാൻ എന്നെ വിടൂല ഗൈസ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അതെല്ലാം ഫുൾ ആക്കിയിട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ. ഞാൻ വിചാരിച്ചത്രയൊന്നും ആയിട്ടില്ല. അത് പിന്നെ ടീച്ചർ അതിന്റെ ഇടയ്ക്ക് വർക്ക് നടക്കുന്നുണ്ടോ, അതുകൊണ്ടാണ് നമുക്ക് സമയം കിട്ടാത്തത് കേട്ടോ. എനിവേ, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊരു വീഡിയോ എടുക്കാൻ വേണ്ടി പോകുമ്പോഴത്തേന് നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തന്നത്. ഓരോ കാര്യങ്ങൾ ടൈറ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് ഇതിലെല്ലാം നമ്മൾ നമ്മുടെ ഓരോ കാര്യങ്ങൾ നോക്കുമ്പോഴും നമ്മൾ ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഓരോ റീൽസ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹം എന്താണെന്ന് പറഞ്ഞല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. എന്നെ കൊണ്ടേ വിട്ടിട്ട് ഇനി ടീച്ചറിന് തിരിച്ചു വരണം കേട്ടോ. വരുന്നിട്ട് വേണം എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴും ടീച്ചറിന്റെ ഡ്യൂട്ടി തീരുന്നില്ല, എന്റെ ഡ്യൂട്ടിക്ക് അവസാനമില്ല, ഉറക്കമില്ലാത്ത രാത്രികൾ. അതാണ് ശരിക്കും ഇവിടെ സംഭവിക്കുന്നത്. ഇവർക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം പാക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും നാട് വിട്ടു പോവാണോ. കൊറേ ശരിക്കും 2 ദിവസത്തെ 3 ദിവസത്തെ കാര്യമുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും സാധനങ്ങള്. എനിക്ക് കുറേ ഡ്രസ്സ് കരുതണം. ഓ മൈ ഗോഡ്, ടീച്ചർ ഒരു ഡ്രസ്സിൽ ഒതുക്കും. എനിവേ, നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിച്ചാലോ കുട്ടി? അപ്പൊ ഇന്നത്തെ വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണുന്നവരെ ബൈ.